Guys, hello guys. I am not doing a reaction video. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മഞ്ജു പിള്ളകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഷെഫീന ബീവിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ. അതാണിപ്പോൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണമല്ലോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. മഞ്ജു പിള്ളയുടെ മകളുടെ ആ ഒരു വസ്ത്രധാരണം കുറച്ച് ബോറാണ് എങ്കിൽ പോലും നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അല്ലേ. പക്ഷെ മാന്യമായിട്ടുള്ള രീതി പറയുക. ഇവിടെ ഷെഫീന ബീവിയുടെ ആ ഒരു പ്രതികരണം കുറച്ച് കടുത്തുപോയി. അതായത് നമ്മുടെ പറയുന്ന വാക്കുകൾ അത് കുറച്ച് മാന്യമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ ഒരു രീതിയിലുള്ള പ്രതികരണം അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പോൾ എല്ലാവരും എടുത്തു വെച്ച്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഈ പറയുന്ന ഷെഫീന ബീവിയുടെ വീഡിയോ എടുത്തു വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ജു പിള്ളയുടെ മകൾക്ക് ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ മിക്ക ആൾക്കാരും. അപ്പോൾ ഞാനും ഇമാതിരി വേഷം കെട്ടലുകൾ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിനോട് നമുക്കും വലിയ താല്പര്യമില്ല. പക്ഷെ പ്രതികരണം അത് മാന്യമായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഷെഫീന ബീവിയുടെ ഒരു പ്രതികരണവും കുറച്ച് കടുത്തുപോയി. അവർ പറഞ്ഞ വാക്കുകൾ കുറച്ചൊരു വൾഗറായി പോയി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷെഫീന ബീവി പറഞ്ഞ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി വൃത്തികേടുകളൊക്കെ കാണിക്കുന്നതിനെതിരെയാണ് അവരൊരു പ്രതികരണം നടത്തിയത്. പക്ഷേ അതൊരു വ്യക്തിയെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിപ്പോയി. അതാണിപ്പോൾ എല്ലാവരും എടുത്തു വെച്ച് അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഷെഫീന ബീവി ഇപ്പോഴും ആ ഒരു പ്രതികരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജു പിള്ള ഇതിനെതിരെ പരാതി കൊടുക്കുന്നു, അല്ലെ പരാതി കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മഞ്ജു പിള്ളയുടെ മകളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവര് ഒരു പെങ്കൊച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു സ്റ്റോറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ആദ്യം കണ്ടത്. അതിൽ ആ ഒരു പെങ്കൊച്ച് പറയുന്നത്, ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, പകരം ഈ പെങ്കൊച്ചിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഷെഫീന ബീവിക്കുള്ള മറുപടി പല ആൾക്കാരും, അതായത് ഒരുപാട് ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഒരു മറുപടി ഷെഫീന ബീവിക്ക് കൊടുത്തു കഴിഞ്ഞു. അതിനാണ് ആ ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയുന്നത്, ഞാനിനി പ്രത്യേകിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. പല ആൾക്കാരും ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞു. അത് ഇപ്പോഴും ഞാൻ പറയുന്നു, അവരുടെ ആ ഒരു പ്രതികരണം, അതായത് ഷെഫീന ബീവിയുടെ ഒരു പ്രതികരണം കുറച്ച് കടുത്തുപോയി. പക്ഷെ അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്നതിനെതിരെയാണ് അവരൊരു പ്രതികരണം നടത്തിയത്. പിള്ളേരുടെ മകള് കാണിച്ചത് അത്ര നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ബോറ് തന്നെയാണ്. അവരൊക്കെ വലിയ സെലിബ്രിറ്റീസിന്റെ മക്കളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമല്ലോ അവരൊക്കെ വസ്ത്രം ധരിക്കാൻ അല്ലേ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇമാതിരിയൊക്കെ കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ. അല്ലാതെ നല്ല രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടൊന്നും വന്ന് വീഡിയോ ചെയ്താൽ ഒരു റീച്ചും കിട്ടൂല. ആയിരിക്കാം ഈ ഒരു പെങ്കൊച്ചി ഇമാതിരിയൊക്കെ കാണിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൊച്ചു പെമ്പിള്ളേരുണ്ട് കേട്ടോ. അവരൊക്കെ പറയുന്ന ന്യായീകരണം, ഇത് 2026 ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ. 2026 ആയതുകൊണ്ട് തന്നെ തുണിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നോന്നായിരിക്കും ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വസ്ത്രധാരണം എത്രയൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക സ്വാതന്ത്ര്യം അല്ലെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇമാതിരിയൊക്കെ കാണിച്ചു വരുന്നത് ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറ് തന്നെയാണ്. അതിനിപ്പോൾ എത്ര വലിയ സ്റ്റാറിൻ്റെ അല്ലെ എത്ര വലിയ നടിയുടെ മകളായാലും നടൻ്റെ മകളായാലും നമുക്കറിയാം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഏറ്റവും ഇളയ മോളുടെ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആ ഒരു പെങ്കൊച്ച് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഷെയർ ചെയ്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു പെങ്കൊച്ചിന്റെ വസ്ത്രധാരണം കുറച്ചൊരു വൾഗറായിരുന്നു. അതുപോലെ തന്നെ ആ പെങ്കൊച്ച് കാണിച്ച ചില പ്രവൃത്തികൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അവിടെ കൃഷ്ണകുമാറിന്റെ മകളാണെന്ന് കരുതിയിട്ട് ആരും പ്രതികരിക്കാതൊന്നും ഇരുന്നില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്ക് അഭിപ്രായം പറയാം, മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാം, അഭിപ്രായം പറയാം. അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ വന്നിരുന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായി പോകും. അതാണ് ഇവിടെ ഷെഫീന ബീവിക്കും സംഭവിച്ചത്. അവർ പറഞ്ഞ ഒരു പ്രതികരണം കുറച്ച് ഓവറായി പോയി. അതിനെയാണ് ഇപ്പം എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. എന്ന് കരുതിയിട്ട് നാളെ എല്ലാ അവളുമാരും ഇമാതിരി തുണിയില്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയ്റ്റേഴ്സ് ഉള്ള യൂട്യൂബറാണ് ഷെഫീന ബീവി. കാരണം അവർ പറയാനുള്ളത്
തുറന്നടിച്ച് പറയും. അവരങ്ങനെ തുറന്നടിച്ച് പറയുന്നത് പല ആൾക്കാർക്കും ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അവർ പ്രതികരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവർ പ്രതികരിച്ച രീതിയാണ് ഇവിടെ എല്ലാവർക്കും ഒരു മോശമായി തോന്നിയത്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരുടെ വീഡിയോസൊക്കെ അത്യാവശ്യം കാണാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അവർ പ്രതികരിക്കുന്ന ഈ ഒരു രീതിയിൽ പ്രതികരിച്ചതാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അവർക്കെതിരെ പരാതി കൊടുത്തു. ശത്രുതയുള്ള പല ആൾക്കാരും ഈ ഒരു കാര്യം എടുത്ത് മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ഉദാഹരണം ദിയാസന എന്ന് പറയുന്ന ഒരു പഴയ ബിഗ് ബോസ് താരമുണ്ട്. അവരും ഈ ഷെഫീനയും തമ്മിൽ വലിയ രീതിയിൽ ഒരു ഉടക്ക് നടക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഷെഫീന ബീവിക്കെതിരെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ദിയാസന ഇതെടുത്ത് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഷെഫീന ബീവിക്ക് ഒരു കൊട്ട് കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇത് പല ആൾക്കാരും എടുത്ത് എന്താ പറയുക യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ദിയാസന വന്നിട്ട് ഷെഫീന ബീവിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേര് പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിട്ട് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബൈയിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവര് ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിതിവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. നിലവിൽ എന്റെ അറിവിൽ തന്നെ ഉള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. 2018 മുസ്ലിംസിന് അഗെയിൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി.
അതിനുശേഷം എനിക്ക് തോന്നി 22 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞ് അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞും ഒക്കെ. എനിക്ക് അറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ചു വെച്ച് അവൾക്കെതിരെ FIR ഇട്ടു. ലാസ്റ്റ് നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ കിക്കിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൂട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷെഫീന ബീവിയോട് പറയുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്യും. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, ലക്ഷങ്ങൾ തട്ടിയെടുക്കും. മാനക്കേടും നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ മഞ്ജുചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയന പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗെയിനിൽ കാശ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സ്ത്രീ ആയിട്ടുള്ള രേണുസുതി കൈൻഡ് ഓഫ് എന്തോ ആവട്ടെ, പല പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അവർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇന്നൊരു രോഗിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ പോലും വെറുതെ വിടാതെ പച്ചമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഒരു സ്ത്രീയാണ് ഇവളെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ പറ്റി കൂടുതൽ ജാഗ്രത ഉള്ളത്. എന്നെ ഏകദേശം 2018 മുതൽ ഈ സ്ത്രീ ആക്രമിക്കുന്നുണ്ട്. എന്റെ ഫാമിലി, എന്റെ കുടുംബം, എന്റെ ഹിസ്റ്ററിയൊക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എന്നെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ കേസുകൾ കൊടുത്തിട്ടുണ്ട്, നിലവിൽ കേസുകൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാളിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ രാജനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷ് ഗുഡ്, അത് അടിപൊളി. അത്തരത്തിൽ തന്നെ എല്ലാ കേസുകളും നടക്കട്ടെ. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഇതുപോലൊരു വിഷജന്തുവായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ FIR വരാത്ത സാഹചര്യത്തിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടങ്ങളായി ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന്മേൽ നല്ല ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ചോദിക്കും എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. ഇത് അവരുടെ കയ്യിൽ റെക്കോർഡിങ്ങിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവരിത് പബ്ലിഷേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഈ സ്ത്രീ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് കൊണ്ടാണ്. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഈ വിഷയത്തിൽ ചേച്ചിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ ഈ സംസാരിച്ചൊക്കെ വളരെ കുറവാണ്, ഇതിനെക്കാട്ടിലും വലിയ 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 കഥയുണ്ട്. എന്തായാലും ഈ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ സ്ത്രീയാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ മൂവ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും അത് എല്ലാവരും ഈ സ്ത്രീക്കെതിരെ, ഈ സ്ത്രീയുടെ മോഡ് ഓഫ് രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നല്ലത്. അത് ദയയുടെ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും എന്തോ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിട്ട് അവൾ കാണിക്കുന്ന കാട്ടായത്തരങ്ങളെയൊക്കെ നമുക്ക് കാണാം. ഈ കുടുംബത്തിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അവള് പെറ്റിട്ടിട്ട് തോന്നിയത് പറയാന്നുള്ളത് പോലെയാണ് അവളുടെ കുറെ ഡയലോഗുകൾ. ഷീസ് വലിയ രീതിയിലുള്ള നാർസിസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിഷമാണ്. ഇത് ഈ സാമൂഹ്യ വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിയാണിത്. ഇത് മാനസിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണ്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ മൂത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് സ്വമേധയാ ഓർഗാസം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്?
നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നിങ്ങൾ ഷെഫീന ബീവി ഈ പറഞ്ഞ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ അവരെ ഈ ഒരു വിഷയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.